സോ ഹലോ ഗൈസ്, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് കുറേയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള നല്ല ഫോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 20,000 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 3 ഫോൺസിനെ കുറിച്ചാണ്. സോ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ് iQ Z9 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ശരിക്കും പറയുവാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ലതെന്ന് പറയാൻ പറ്റിയൊരു ഫോൺ ഇറങ്ങുന്നത്. അതിൻ്റെ കാര്യം എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. എനിവേ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നീട് മീഡിയാടെക്കിൻ്റെ Dimensity 7200 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. LPDDR4X റാം വരുന്നുണ്ട്, UFS 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. റയർ സൈഡിലായിട്ട് 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഫ്രണ്ട് സൈഡിലായിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ലഭിക്കുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. IP54 റേറ്റിംഗ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഫോണിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് 14 മുകളിലായിട്ട് FunTouch OS 14. എനിവേ ഈ ഫോണിൻ്റെ 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസാണ് 19,999. സോ ഞാൻ ഈ ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ അണ്ടർ 20,000 റുപ്പീസിൽ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാം. കാരണം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. ഡേ ടു ഡേ യൂസ് ചെയ്യാനൊന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരില്ല. അത്യാവശ്യം നമുക്ക് ഗെയിമിങ്ങും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസും പ്രൈസ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയൊരു പറയാനുള്ളത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നില്ല. കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. പക്ഷേ എന്നാലും ബാക്കി എല്ലാ രീതിയിലും നോക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ ചെറിയൊരു കൺസേൺ ഉള്ളത് UI-ലാണ്. കാരണം അത്യാവശ്യം ആഡ്സും ബ്ലോട്ട്വേഴ്സും ഒക്കെ വരുന്നുണ്ട്. സോ പക്ഷേ എന്നാലും അതൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. സോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അണ്ടർ 20,000 റുപ്പീസിൽ വാങ്ങാൻ പറ്റിയൊരു ഫോണാണ് iQൻ്റെ Z9 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന ഫോണാണ് സാംസങ് ഗാലക്സി M34 5G. കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ള കാര്യമാണ്, അതായത് 20,000 രൂപയ്ക്ക് താഴെ സാംസങ്ങിൻ്റെ ഏതെങ്കിലും നല്ല ഫോൺ ഉണ്ടോ എന്ന്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫോണാണത്. വേറെ ആൾക്കാർ ഈ ഫോൺ നോക്കാത്തതായിരിക്കും നല്ലത്. സോ എന്തായാലും ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.5 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. നല്ലൊരു നോച്ചും വരുന്നുണ്ട്. പോരായിട്ട് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നീട് എക്സിനോസിൻ്റെ 1280 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. റയർ സൈഡിലായിട്ട് 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഫ്രണ്ട് സൈഡിലായിട്ട് 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ലഭിക്കുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടിക്കകത്ത് ചാർജറില്ല. പിന്നീട് ഈ ഫോണിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് 13 മുകളിലായിട്ട് One UI 5.1. ഫൈനലി 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസാണ് 15,999. സോ ഞാൻ ഈ ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാംസങ് ലവേഴ്സിനാണ്, അല്ലെങ്കിൽ സാംസങ് ഫോൺ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നോർമൽ യൂസേജിന് വേണ്ടി അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ആയി കിട്ടുന്ന ഫോൺ നോക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഫോൺ വാങ്ങാവുന്നതാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നൽകുന്നൊരു ഫോണാണിത്. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബോക്സിനകത്ത് നമുക്ക് ചാർജർ കിട്ടുന്നില്ല, സെപ്പറേറ്റ് കാശ് കൊടുത്ത് മേടിക്കണം. പിന്നെ എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. പക്ഷേ എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് വേണം പറയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ടൻ നോച്ചൊക്കെ ഫ്രണ്ട് സൈഡിലായിട്ട് ലഭിക്കുന്നുണ്ട്. സോ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന ഫോണാണ് Realme 12+ 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഈ സ്മാർട്ട് ഫോണിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിവേ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ വീഗൻ ലെതറിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നീട് മീഡിയാടെക്കിൻ്റെ Dimensity 7050 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. റയർ സൈഡിലായിട്ട് 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഫ്രണ്ട് സൈഡിലായിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ലഭിക്കുന്നുണ്ട്. IP54 റേറ്റിംഗ് വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് എടുക്കുന്നതിന് വേണ്ടി 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് 14 മുകളിലായിട്ട് Realme UI 5.0. പിന്നീട് 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 19,999 ആണ്. പിന്നീട് റിയൽമിയുടെ വെബ്സൈറ്റിൽ നമുക്ക് ഈ ഫോൺ 18,999 കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ റിയൽമിയുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ ഞാൻ ഈ ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ നോർമൽ യൂസേജിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. കാരണം അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ഡേ ടു ഡേ യൂസ് ചെയ്യാനൊന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരില്ല. പക്ഷേ നിങ്ങൾ ഗെയിമിംഗ് ഒക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞ iQ Z9 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസും കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയൊരു നെഗറ്റീവ് പറയാനുള്ളത് UIയിലാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം ആഡ്സ് ബ്ലോട്ട്വേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തി നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ നല്ലൊരു ഫോണാണിത്. സോ ഇതൊക്കെയാണ് 20,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് 3 സ്മാർട്ട് ഫോൺസ്. സോ എന്തായാലും ഈ പറയുന്ന ഫോൺസിൻ്റെ എല്ലാത്തിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.